ഓശാന തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ നേരുകയാണ്. സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അലതല്ലുന്ന മഹോന്നതമായ ഒരു ദിവസത്തിൻ്റെ ഓർമ്മ നമ്മളിതാ ഇന്ന് ആചരിക്കുകയാണ്. ജെറൂസലേം നഗരവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ടുള്ള കഴുതപ്പുറത്തുള്ള യേശുവിൻ്റെ ആഗമനം, അതിൻ്റെ പിന്നിൽ ഒരു നിരാശയുടെയും അധപതനത്തിൻ്റെയും ഇല്ലായ്മയുടെയും ഒക്കെ അനുഭവങ്ങൾ ജനങ്ങൾക്കുണ്ടായിരുന്നു. തകർച്ചയുടെ അനുഭവത്തിൽ നിന്നും, അവർക്ക് ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ നിന്നും, തങ്ങളെ അടിമപ്പെടുത്തിയ ആ കഴിഞ്ഞകാല ദുരനുഭവത്തിൻ്റെ ഓർമ്മകൾ പേറിയിരുന്ന ജനങ്ങൾക്ക് ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങളായിരുന്നു. ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം തങ്ങളെ മോചിപ്പിക്കുവാനായി ഒരു രാജാവ് തങ്ങൾക്ക് ലഭിച്ചു എന്നതിൻ്റെ സന്തോഷം. കുതിരപ്പുറത്ത് വന്നവനല്ല, കുതിരപ്പുറത്ത് വരുന്നവൻ അഹങ്കാരി ആണ്. എന്നാൽ കഴുതപ്പുറത്ത് വരുന്ന രാജാവ് എളിമയുടെയും വിനയത്തിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ കഴുതപ്പുറത്ത് വന്ന ആ രാജാവിനെ ആബാലവൃദ്ധൻ ജനങ്ങള് സ്വീകരിച്ചത് അവരുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെയായിരുന്നു. ചിലര് ഒലിവിലകൾ തെരുവീഥികളിലൂടെ വലിച്ച് ഇറങ്ങി അതിൻ്റെ മുകളിലൂടെ നടക്കട്ടെ എന്ന് ആശംസിച്ചു. ചിലര് തങ്ങളുടെ വസ്ത്രങ്ങൾ തെരുവീഥികളിലൂടെ വലിച്ചിട്ടു. കാരണം ഇനി തങ്ങൾക്ക് രക്ഷകനും നാഥനുമായി ഞങ്ങളുടെ ദേശതമ്പുരാനാവുള്ളത്. അതുകൊണ്ട് തന്നെ കുതിരപ്പുറത്ത് വന്ന ആ രാജാവിനെ സ്വീകരിക്കാനായി എല്ലാവരും ഒത്തിരിയേറെ സന്തോഷപുളകിതരായി. പക്ഷേ ചിലർക്കിത് സഹിച്ചില്ല. അതാരാ? അത് ഫരിസേയരാണ്. അവരുടെ കുറുക്കത്തരം, ഫരിസേയ കുറുക്കന്മാര് തങ്ങൾക്ക് ലഭിച്ച ഈ വലിയ മറ്റുള്ളവരിൽ നിന്നും യേശുവിന് ലഭിക്കുന്ന ഈ ആഹ്ലാദാരവങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ യേശുവിനോട് പറഞ്ഞു, ദേ ഇവരോട് നിശബ്ദരാകാൻ പറയുക. പക്ഷെ യേശു പറഞ്ഞു, ഇവര് നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ഇവർക്ക് പകരം ഓശാന പാടുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഓശാന ഞായറാഴ്ച നമുക്ക് ചിന്തിക്കേണ്ടത്. അതായത് ഇന്നും നിശബ്ദമാക്കുന്ന അനേകരുണ്ട്. ഈ സമ്മർദ്ദങ്ങൾക്ക് പിന്നിൽ നമ്മൾ തകരുകയാണ്. ഇന്ന് പലരും രാഷ്ട്രീയത്തിൽ തൂങ്ങിക്കിടന്ന് രാഷ്ട്രീയമാണ് വലുത്, പാർട്ടിയാണ് വലുത് എന്ന് ചിന്തിച്ചുകൊണ്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നവരുണ്ട്. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കാൻ ഇന്ന് എത്ര പേരെ തയ്യാറാവുന്നുണ്ട്? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇന്ന് രാഷ്ട്രീയത്തിന്റെ ഇതിഹാസങ്ങള് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികള് സമ്മർദ്ദപ്പെടുത്തുന്ന ചിലര്. അതോടൊപ്പം തന്നെ ധാർമ്മികതയുടെ അനുഭവങ്ങൾ സഭ പറയുന്നുവെങ്കിലും ആ ധാർമ്മികതയ്ക്ക് നിശബ്ദത പാലിക്കാനായിട്ട് ചിലർ പറയുകയാണ്. എങ്ങനെ? സഭയുടെ ധാർമ്മിക പ്രബോധനങ്ങളാണ് ജീവന്റെ അനുഭവം. ആ ജീവന്റെ അനുഭവമാണ് കുരുത്തോലകൾ കൈകൾ എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അത് പച്ചപ്പിന്റെ അനുഭവമാണ്. ഇന്ന് ജീവന്റെ സമൃദ്ധിയെ തടയാനുള്ള പലരും നടക്കുന്നുണ്ട്, സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നുണ്ട്, നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഓശാന ഞായറാഴ്ചയിൽ നമുക്ക് തീരുമാനമെടുക്കണം. ഈ നിശബ്ദമാക്കുന്ന സമ്മർദ്ദ ശക്തികളെ അതിജീവിക്കുന്ന ഒരു ശബ്ദമുണ്ടാകണം. അത് യേശുവാണ് എൻ്റെ രക്ഷകനും നാഥനും, അവൻ എനിക്ക് വിജയം നൽകും. ആ വിജയമായിരിക്കട്ടെ ഓശാനയുടെ സന്തോഷവും സമാധാനവും. അതിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി ഓശാനയുടെ മംഗളങ്ങൾ നേരുന്നു.